എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഓണം വിഭവം ക്യാബേജ് തോരനാണ്. ക്യാബേജ് വേണം, സവോള വേണം. ഇനി നമുക്ക് അരപ്പിന് ആവശ്യമുള്ളത് തേങ്ങ വേണം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, ചുമന്നുള്ളി വേണം, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ക്യാബേജ് തോരൻ തയ്യാറാക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. ഞാൻ കടുക് കാണിച്ചില്ലായിരുന്നു. കടുക് വേണം. ആ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. അപ്പോൾ വേണ്ട കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിയും കറിവേപ്പില ഇട്ടു, വറ്റൽമുളക്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. അതും കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഉപ്പ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഞാനിവിടെ ഉപ്പാണ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ക്യാബേജ് ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ക്യാബേജ് വാടി നന്നായിട്ട് വരണം. ഇനി നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് നമുക്ക് അത് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ച് തന്നെ വേവിക്കാം. ഓണത്തിൻ്റെ വിഭവങ്ങൾ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിക്കറി ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്ന തോരനാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് അരച്ചുകൊണ്ട് വരാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർക്കാം. ഒരു മിനിറ്റ് ഒന്ന് അരപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ അതിനകത്തൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെക്കുക. നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്തെളുപ്പമല്ലേ തോരൻ തയ്യാറാക്കാൻ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ ഓണത്തിന് ഈ തോരൻ തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഇനി അടുത്തൊരു ഓണം വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.